മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത് നല്ലതാണോ? മുട്ടയുടെ വെള്ളയിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കലോറിയും കൊഴുപ്പും കുറവാണ്. ഒരു മുട്ടയുടെ വെള്ളയിൽ ഏകദേശം 3.6 ഗ്രാം വരെ ശുദ്ധമായ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞക്കരുവിൽ ധാരാളമായി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസും നല്ല കൊഴുപ്പും 2.7 ഗ്രാം പ്രോട്ടീനും മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ള പെട്ടെന്ന് തന്നെ ദഹിക്കും. എന്നാൽ മഞ്ഞയാകട്ടെ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ദഹിക്കാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. മുട്ടയുടെ മഞ്ഞക്കരു കൊളസ്ട്രോൾ വർദ്ധിക്കാൻ ഇടയാക്കുമെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കൊളസ്ട്രോളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവ നേരിട്ട് ഹൃദയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. പേശിയുടെ വളർച്ചയ്ക്ക് ഉത്തമം മുട്ട മുഴുവനായി കഴിക്കുന്നത് തന്നെയാണ്. മഞ്ഞയും വെള്ളയും നിങ്ങൾക്ക് കഴിക്കാം. മഞ്ഞക്കരുവിലെ കൊഴുപ്പും പോഷകങ്ങളും മറ്റു ഭക്ഷണങ്ങളിലെ പ്രോട്ടീൻ ആഗിരണം ചെയ്യാനും സഹായിക്കും. നിങ്ങൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളിൽ കൊഴുപ്പ് കൂടുതലാണെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കൊഴുപ്പ് ശരീരത്തിൽ കൂടുതൽ ആകാൻ സാധ്യതയുണ്ട്. ദിവസവും ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു മുട്ട നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. കൂടുതൽ ഹെൽത്ത് ടിപ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.